വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹാപ്പി വിഷു ടു ഓൾ. ഇന്ന് വിഷു ആണ്. എല്ലാവർക്കും കൈനീട്ടമൊക്കെ ലഭിച്ചു കാണും. പക്ഷേ നമ്മളിൽ കുറച്ച് വിഭാഗം ആൾക്കാർക്ക് കൈനീട്ടമായിട്ട് പോലും കാശൊന്നും ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മാതാപിതാക്കളെ പറ്റിയിട്ടാണ്. ഇന്ന് നമ്മൾ കൊടുക്കുന്ന ലീഗൽ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, പാരന്റ്സിന് ചിലവിന് കൊടുക്കാത്ത ഒരു വിഭാഗം മക്കൾ ജീവിക്കുന്ന നാടാണ് നമ്മളുടേത്. അവർക്ക് വേണ്ടിയിട്ട്, ആ പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ സൊല്യൂഷനാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചിലവിന് ലഭിക്കാത്ത മാതാപിതാക്കൾക്ക് പ്രൊട്ടക്ഷൻ അനുവദിക്കുന്ന ഒരു ആക്ട് നമുക്കുണ്ട്. അതാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ്, ദ സീനിയർ സിറ്റിസൺ ആക്ട് 2007 എന്ന് പറയുന്നത്. ഈ ആക്ട് പ്രകാരം മക്കൾ അവരുടെ പാരന്റ്സിനെ നോക്കേണ്ട, അവരുടെ ചിലവുകളെല്ലാം നോക്കേണ്ട, ചിലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം മക്കൾക്ക് ഉണ്ട്. ഈ ആക്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചില സ്ഥലങ്ങളിൽ പാരന്റ്സിന് മക്കൾ കൃത്യമായിട്ട് ചിലവിന് കൊടുക്കാറില്ല, ചിലവിന് പോലും കൊടുക്കാറില്ല, കൃത്യമായിട്ടൊന്നല്ല കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാം? സീനിയർ സിറ്റിസന് മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാം. ട്രിബ്യൂണല് മന്ത്ലി മെയിൻ്റനൻസ്, ഇത് കേട്ടതിന് ശേഷം ട്രിബ്യൂണൽ എന്ത് ചെയ്യും? മന്ത്ലി മെയിൻ്റനൻസ് ഓർഡർ ചെയ്യും. മന്ത്ലി മെയിൻ്റനൻസ് ഓർഡർ ചെയ്യുന്നത് ഈ കുട്ടികളുടെ പാരന്റ്സിനെ നോക്കേണ്ട ഉത്തരവാദിത്വമുള്ള കുട്ടികളുടെ എന്താണ് ഇൻകവും മറ്റ് വരുമാനം സോഴ്സുകളും ഡിപ്പെൻഡ് ചെയ്ത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഒരു എമൗണ്ട് ട്രിബ്യൂണൽ ഓർഡർ ചെയ്യുന്നു. ട്രിബ്യൂണല് ഇങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കുമ്പോൾ, നിങ്ങളുടെ പാരന്റ്സിന് ഇത്ര രൂപ ചിലവിന് കൊടുക്കണം എന്ന് പറഞ്ഞൊരു ഓർഡർ ട്രിബ്യൂണൽ പാസ്സാക്കുമ്പോൾ, ഈ ഓർഡർ കംപ്ലൈ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ ഓർഡർ ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുകയോ അങ്ങനെ വല്ല സാഹചര്യം ഉണ്ടായാൽ കുട്ടികൾ തീർച്ചയായിട്ടും അവർക്ക് ഫൈനുണ്ട്, അല്ലാതെ ഒരു മാസം വരെ ഇംപ്രിസൺമെന്റ്, തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണത്. അതുപോലെ തന്നെ എപ്പോഴാണോ ആ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് കൊടുത്തു തീർക്കുന്നവരെ ജയിലിൽ കിടക്കും. അങ്ങനെയുള്ള ഒരു ഒഫൻസ് ആണ് അത് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കൾക്ക് അവരുടെ ഒരു രീതിയിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ചെലവ് കൊടുക്കാത്ത മക്കളാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ സ്വത്തുക്കളും മറ്റു വസ്തുവകകളെല്ലാം പരമാവധി എമൗണ്ടിൽ പണയം വെക്കുക അല്ലെങ്കിൽ ലോൺ എടുക്കുക. ലോൺ എടുത്തതിന് ശേഷം ഇത് ആർക്കാണോ ആവശ്യമായിട്ട് വരുന്നത്, മനസ്സിലായില്ലേ? ഈ സ്വത്തുക്കൾ ആർക്കാണോ ആവശ്യമായിട്ട് വരുന്നത്, അവരുടെ കുട്ടികൾ, അപ്പൊ അവര് വേണം ഇത് അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിനുള്ള ഉത്തരവാദിത്വം അവർക്കാണുള്ളത്. അപ്പം ആ എടുത്ത എമൗണ്ട് ഫിക്സഡ് ഇട്ടിട്ടോ അതിന്റെ പലിശ വെച്ചിട്ടോ മാതാപിതാക്കൾക്ക് സുഖമായി ജീവിക്കാം എന്നുള്ളൊരു ചെറിയൊരു ലൂപ്ഹോളും കൂടെ ഇതിനകത്തുണ്ട്. ഇതാണ് ഇന്നത്തെ ലീഗൽ ഇൻഫർമേഷൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.